ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും കാവ്യാസ് കിച്ചൻ ഡയറിയിലേക്ക് സ്വാഗതം. അപ്പോൾ എല്ലാവർക്കും സുഖമല്ലേ? ഇപ്പോൾ മഴയെല്ലാം തുടങ്ങി, അതേപോലെ തന്നെ ഓൺലൈൻ ക്ലാസ്സൊക്കെ തുടങ്ങി. എല്ലാവരും അതിൻ്റെ തിരക്കിലാണെന്നറിയാം. എന്നാലും ചില്ലി ചിക്കൻ വീഡിയോ കുറേ ആൾക്കാർ കണ്ടിട്ട് മെസ്സേജും അതേപോലെ തന്നെ കമൻസൊക്കെ അയച്ചിട്ടുണ്ട്. അവരോടെല്ലാം വലിയ നന്ദി. അതേപോലെ തന്നെ കാണാത്തവർ എല്ലാവരും ഒന്ന് കാണാം. ചില്ലി ചിക്കൻ്റെ മെയിൻ കോഴ്സ് ഡിഷായിട്ടുള്ള ചിക്കൻ ഫ്രൈഡ് റൈസ് ആയിട്ടാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെ എളുപ്പത്തിൽ അതേപോലെ തന്നെ ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ ഫ്രൈഡ് റൈസ് തയ്യാറാക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാൻ ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യം തന്നെ ഞാനിവിടെ ഒരു 1.5 കപ്പ് ബസുമതി അരി വേവിച്ചിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് 1.5 കപ്പിന് 4 കപ്പ്, അല്ല അതിൽ കൂടുതലായാലും പ്രശ്നമില്ല, കുറഞ്ഞു പോകരുത്. അത്രയും വെള്ളം നന്നായിട്ട് തിളപ്പിക്കുക. അതിൽ ഉപ്പും 1 സ്പൂൺ ഓയിൽ ഒഴിച്ചിട്ട് നന്നായിട്ട് തിളപ്പിക്കുക. തിളച്ചതിന് ശേഷം കഴുകി വെച്ച അരി അതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് തിളപ്പിക്കുക. ഒരു 1/4 വേവാകുമ്പോൾ നമ്മൾ അതെടുത്ത് വാർക്കണം. വാർത്തിട്ട് നന്നായി തണിഞ്ഞതിന് ശേഷം മാത്രമേ നമ്മൾ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാൻ തുടങ്ങാൻ പാടുള്ളൂ. ഇത് നന്നായിട്ട് തണിഞ്ഞിട്ടില്ലെങ്കിൽ മിക്സ് ചെയ്യുന്ന സമയത്ത് ഫ്രൈഡ് റൈസ് ആകെ ഒട്ടിപ്പിടിച്ചിട്ട് ഒരു രസം ഉണ്ടാവില്ല. അപ്പോൾ ഇത് നമ്മൾ വേവിച്ചതിന് ശേഷം നന്നായിട്ട് തണുപ്പ് മാറിയതിന് ശേഷം ഫ്രിഡ്ജിൽ ഒരു 2 മണിക്കൂർ വെക്കുകയാണെങ്കിൽ കുറച്ചും കൂടി നല്ലതായിരിക്കും. ഇനി അങ്ങനെ വെക്കാൻ പറ്റാത്ത സാഹചര്യമാണെങ്കിൽ ഫ്രിഡ്ജിൽ വെക്കണമെന്നില്ല, ഫാനിൻ്റെ താഴെയോ അല്ലെങ്കിൽ വെറുതെ ഒരു പരന്ന പാത്രത്തിലോ വെച്ചിട്ട് ഈ ചോറ് നന്നായിട്ട് ഉണങ്ങിയാൽ മതി. അപ്പോൾ നനവോട് കൂടിയോ അല്ലെങ്കിൽ ചൂടോട് കൂടിയോ മിക്സ് ചെയ്യുമ്പോൾ ഫ്രൈഡ് റൈസ് ഒരു കറക്റ്റായിട്ടുള്ള ഫ്രൈഡ് റൈസ് നിങ്ങൾക്ക് കിട്ടൂല. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യാൻ പറയുന്നത്. നമുക്ക് വേണ്ടുന്നത് കുറച്ച് വെജിറ്റബിൾസാണ്. ഞാനിവിടെ ഒരു പകുതി ക്യാപ്സിക്കം മുറിച്ചിട്ടുണ്ട്, ചെറുതായി മുറിച്ച പകുതി ക്യാപ്സിക്കം. പിന്നെ ഒരു 4-5 ബീൻസ് ഇങ്ങനെ സ്ലൈഡായിട്ട് മുറിച്ചിട്ടുണ്ട്. പിന്നെ 1 കപ്പ് ക്യാബേജും ഒരു ചെറിയ ക്യാരറ്റും. ഇത്രയും പച്ചക്കറിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൽ ഗ്രീൻ പീസോ അതേപോലെ കോളിഫ്ലവറോ ഒക്കെ ആഡ് ചെയ്യാം, അതിനൊന്നും പ്രശ്നമില്ല. ഇപ്പം ഞാൻ ചിക്കൻ ആയതുകൊണ്ട് പച്ചക്കറി ഇത്ര മാത്രം എടുത്തിട്ടുള്ളൂ. ഇപ്പം നമ്മൾ വെജ് ഫ്രൈഡ് റൈസ് ആക്കുന്നെങ്കിൽ ഇതിൻ്റെ എല്ലാം അളവ് കുറച്ചും കൂടി കൂടും. പിന്നെ നമുക്ക് വേണ്ടുന്നത് വെളുത്തുള്ളി ഒരു 1/2 ടീസ്പൂൺ വെളുത്തുള്ളി അരിഞ്ഞത്, പിന്നെ പെപ്പർ പൗഡർ അതും 1/2 ടീസ്പൂൺ. അത് നിങ്ങളെ എരിവിനനുസരിച്ചിട്ട് കൂട്ടുകയോ കുറയ്ക്കുകയൊക്കെ ചെയ്യാം. പിന്നെ നമുക്ക് വേണ്ടുന്നത് വിനാഗിരി 1/2 ടീസ്പൂണാണ്, ഒരു നുള്ളു പഞ്ചസാര, പിന്നെ ചിക്കൻ. ഈ ചിക്കൻ ഞാൻ ഉപ്പും മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും ഇട്ടിട്ട് വേവിച്ചിട്ട് പിച്ചി എടുത്തതാണ്. ഇനി നിങ്ങൾക്ക് ഫ്രൈ ചെയ്തിട്ട് എടുക്കണമെങ്കിലും അതിനും പ്രശ്നമില്ല. ഇത്രയും അങ്ങനെ ചെയ്തതാണ് ഇത്. പിന്നെ 2 മുട്ട കുരുമുളകും ഉപ്പും കൂടി അടിച്ചിട്ട് ഒന്ന് സ്ക്രാമ്പിൾ ചെയ്ത മുട്ടയാണിത്. ഇത്രയും സാധനങ്ങളാണ് നമുക്ക് ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാൻ വേണ്ടത്. അപ്പോൾ നമുക്ക് ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാം തുടങ്ങാം. അതിനായിട്ട് ആദ്യം ഞാനിവിടെ ഒരു കടായി വെച്ചിട്ടുണ്ട്. ഈ ഫ്രൈഡ് റൈസ് ഒക്കെ ഉണ്ടാക്കുമ്പോൾ നമ്മൾ എപ്പോഴും ഹൈ ഫ്ലെയിമിലാണ് ഉണ്ടാക്കേണ്ടത്. അപ്പോൾ ഞാനിതിലേക്ക് 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഏത് ഓയിൽ വേണ്ടെങ്കിലും ഒഴിക്കാം, വെളിച്ചെണ്ണ ഒഴികെ ഏത് ഓയിൽ വേണ്ടെങ്കിലും ഒഴിക്കാം. അപ്പോൾ നന്നായിട്ട് ചൂടാവണം. ആ സമയത്ത് നമുക്ക് വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. അപ്പോൾ ഈ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കുമ്പോൾ നിങ്ങൾ എല്ലാ സാധനവും അടുത്ത് വെച്ചിട്ട് പെട്ടെന്ന് തന്നെ സ്പീഡിൽ എല്ലാം വഴറ്റിയെടുക്കണം. എന്നാൽ മാത്രമേ ഫ്രൈഡ് റൈസ് നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അതെപ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കണം. അപ്പോൾ ഈ നമ്മൾ വെളുത്തുള്ളി ഇട്ടില്ലേ, അത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. ബ്രൗൺ കളറൊന്നും ആവണ്ട, ജസ്റ്റ് അതിൻ്റെ പച്ചമണം മാറുന്ന പോലെ ഒരു 2 മിനിറ്റ് വഴറ്റിയാൽ മതിയാകും. അത് കഴിഞ്ഞിട്ട് നമ്മൾ അരിഞ്ഞു വെച്ച പച്ചക്കറികളും എല്ലാം ഓരോന്നായിട്ട് നമുക്ക് ഇട്ട് കൊടുക്കണം. ഹൈ ഫ്ലെയിമിൽ വെക്കാൻ എപ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കണം. നമുക്ക് അരിഞ്ഞു വെച്ച പച്ചക്കറികൾ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. പിന്നെ ഞാൻ നേരത്തെ ഇൻഗ്രീഡിയൻസ് പറയുമ്പം സോയാ സോസ് മറന്നു പോയിട്ടുണ്ടായിരുന്നു. അപ്പം അത് നിങ്ങൾ ആഡ് ചെയ്യണം. ഇത് നന്നായിട്ട് വഴറ്റുക. ഇത് ഒരുപാട് അങ്ങ് നല്ല രീതിയിൽ വഴലേണ്ട ആവശ്യമില്ല. നമ്മളിപ്പം ഫ്രൈഡ് റൈസ് ഒക്കെ കഴിക്കുമ്പോൾ അത് നന്നായിട്ട് നിങ്ങൾക്കൊരു കടിക്കാനൊക്കെ കിട്ടൂലേ, റെസ്റ്റോറൻറ്റിൽ നിന്നൊക്കെ കഴിക്കുമ്പോൾ ആ ഒരു പരുവം. പിന്നെ നമ്മൾ ഇതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. കുറച്ച് ഉപ്പിടാം, കാരണം ഉപ്പ് നോക്കിയിട്ട് ഇടണം. നമ്മൾ റൈസ് വേവിക്കുമ്പോൾ ഉപ്പിട്ടിട്ടുണ്ട്. പിന്നെ നമ്മളിതിൽ ചേർക്കുന്ന സോയാ സോസിലും ഒക്കെ ഉപ്പുണ്ടാവും. അപ്പോൾ ഉപ്പ് ആവശ്യത്തിന് മെല്ലെ ഇട്ട് കൊടുക്കണം. ഒരുപാടായി കഴിഞ്ഞാൽ പിന്നെ നമുക്കത് കുറക്കാൻ പറ്റില്ലല്ലോ. ഇങ്ങനെ ഒരു വഴന്ന് വരുമ്പോൾ നമുക്ക് ബാക്കി ഇൻഗ്രീഡിയൻസ് ഒക്കെ ആഡ് ചെയ്ത് കൊടുക്കാം.
ഇതിലേക്ക് ഇനി നമുക്ക് സോയാ സോസ് ആഡ് ചെയ്യാം. ഒരു 1/2 ടീസ്പൂൺ മതിയാകും. അതുപോലെ തന്നെ കുരുമുളക് പൊടി നമുക്ക് ആഡ് ചെയ്യാം. കുരുമുളക് പൊടി നിങ്ങളെ അളവിനനുസരിച്ചിട്ട് കൂട്ടാൻ കുറച്ചൊക്കെ ചെയ്യണം. നന്നായിട്ട് എരിവൊക്കെ ആവശ്യമുള്ളവരാണെങ്കിൽ കുറച്ച് നന്നായിട്ട് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഉണ്ടോ? ഇപ്പം നന്നായിട്ടൊരു നല്ല മണമൊക്കെ വരുന്നുണ്ട്. ഈ സമയത്ത് നമ്മൾ വേവിച്ച് വെച്ച ചിക്കനൊക്കെ ഇല്ലേ, അത് ഇട്ട് കൊടുക്കാം. അതേപോലെ വേവിച്ച് വെച്ച മുട്ട ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. പിന്നെ നമുക്ക് ഈ സമയത്ത് നമുക്ക് കുറച്ച് വിനാഗിരിയും കുറച്ച് പഞ്ചസാരയും നമുക്കിപ്പോൾ ഇതിലേക്ക് ആഡ് ചെയ്യണം. വിനാഗിരി ഒരു കുറച്ച് മതിയാകും. 1/2 ടീസ്പൂൺ അല്ലെങ്കിൽ അത്ര മതിയാകും. പിന്നെ ഒരു നുള്ള് ഉപ്പ്, ഉപ്പല്ല, ഒരു നുള്ള് പഞ്ചസാര, പഞ്ചസാര ഓപ്ഷണലാണ്. എന്നാലും നമുക്ക് റെസ്റ്റോറൻറ്റിൽ നിന്നൊക്കെ കിട്ടുന്ന ആ ഒരു ഫ്രൈഡ് റൈസിൽ ഒരു ചെറിയൊരു മധുരം ഉണ്ടാവില്ലേ, അപ്പോൾ പഞ്ചസാര ഇടുന്നത് നല്ലതായിരിക്കും. നമുക്ക് തീരെ മധുരം വേണമെന്നുണ്ടെങ്കിൽ പിന്നെ ഉണ്ടാവും. അതൊക്കെ നിങ്ങളെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്താൽ മതി. നന്നായിട്ട് എല്ലാ വെജിറ്റബിൾസിലും അതേപോലെ തന്നെ എല്ലാം ചിക്കനിലും മുട്ടയിലും ഒക്കെ ആ സോസും പെപ്പർ പൗഡറും ഒക്കെ പിടിച്ചിട്ടുണ്ട്. കണ്ടോ? ഒരുപാട് എണ്ണ നമ്മൾ ഇതിലേക്ക് ഒഴിക്കരുത്, എന്നിടത്ത് ഒരു ഫ്രൈഡ് റൈസിൻ്റെ ആ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല. പിന്നെ നിങ്ങളുടെ കയ്യിൽ സ്പ്രിംഗ് ഒനിയൻ ഉണ്ടെങ്കിൽ ഈ സമയത്ത് സ്പ്രിംഗ് ഒനിയൻ ഇട്ട് കൊടുക്കണം. അപ്പം എൻ്റെ കയ്യിലില്ല, അത് കാരണം ഞാനിപ്പോൾ സ്പ്രിംഗ് ഒനിയൻ ഇടുന്നില്ല. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ച ചോറില്ലേ, അതിട്ട് കൊടുക്കാം. കുറച്ചായിട്ട് ഇട്ട് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്യാം. കണ്ടോ, ഇപ്പം നന്നായിട്ട് തണിഞ്ഞത് കൊണ്ട് ഇത് ഒട്ടിപ്പിടിക്കാണ്ട് വരുന്നില്ലേ. നന്നായിട്ട് മിക്സ് ചെയ്യാം. ചോറിട്ട് കഴിഞ്ഞിട്ട് നമ്മൾ ഒരുപാട് അങ്ങനെ ഇളക്കി കൊടുക്കേണ്ട ആവശ്യമില്ല. ഒരുപാട് ഇളക്കി കൊടുക്കുമ്പോൾ ചോറ് പൊട്ടിപ്പോവും. അപ്പം പിന്നെ ഫ്രൈഡ് റൈസ് കാണാനൊരു രസം ഉണ്ടാവില്ല. ഉണ്ടോ? മെല്ലെ മെല്ലെ ഇങ്ങനെ ഒന്ന് ചെയ്യാം. ചോറിട്ടതിന് ശേഷം നമുക്കൊരു 2 മിനിറ്റ് ഒന്ന് ഇതിനെ മെല്ലെ മെല്ലെ ഒന്ന് ഫ്രൈ ചെയ്യണം. അതുകൊണ്ടാണ് നമുക്കിതിനെ ഫ്രൈഡ് റൈസ് എന്ന് പറയുന്നത്. മസാല ചോറിൻ്റെ എല്ലാ ഭാഗത്തും എത്തണം. ചിലപ്പോൾ താഴെയുള്ള മസാല ഉണ്ടാവും, അത് പെട്ടെന്നൊന്ന് മേലോട്ടിലാക്കി കൊടുക്കുക. അല്ലോ, വളരെ എളുപ്പമാണ് ഈ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാൻ. നിങ്ങൾക്കിപ്പോൾ രാവിലെ കുട്ടികൾക്കെല്ലാം കൊടുത്തു വിടണമെങ്കിൽ തലേന്നൊക്കെ എല്ലാം കട്ട് ചെയ്ത് വെച്ച് ചോറും ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ രാവിലെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. വളരെ സ്പീഡിൽ ഇത് മിക്സ് ചെയ്യണം. അതാണ് ഈ ഫ്രൈഡ് റൈസിൻ്റെ സീക്രട്ട് എന്ന് പറയുന്നത്. നമ്മൾ ലോ ഫ്ലെയിമിലോ അല്ലെങ്കിൽ മീഡിയം ഫ്ലെയിമിലോ വെച്ച് കഴിഞ്ഞാൽ ശരിക്കും ആവില്ല. കറക്റ്റ് ആ ഒരു ഫ്രൈഡ് റൈസിൻ്റെ ടേസ്റ്റ് നമുക്ക് കിട്ടൂല. ഇതിപ്പം ഞാനൊരു 4 ആളെ അളവാണ് പറഞ്ഞത്. നിങ്ങൾക്ക് കൂടുതൽ ആൾക്കാർ ഉണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് ചിക്കൻ്റെയും വെജിറ്റബിൾസിൻ്റെയും ഒക്കെ അളവൊന്ന് മാറ്റണം. അതെപ്പോഴും ശ്രദ്ധിക്കാം. ഈ ചോറ് ഇട്ട് കഴിഞ്ഞിട്ട് കുറച്ച് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് വേണമെങ്കിൽ കുറച്ചും കൂടി ഒരു 1/2 ടീസ്പൂൺ കൂടി നമുക്ക് വിനാഗിരി ഇതിൻ്റെ മേലേക്കൊന്ന് സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കാം. അതേപോലെ തന്നെ എള്ളെണ്ണേൻ്റെ മണം ഇഷ്ടമാണെങ്കിൽ എള്ളെണ്ണ ഒന്ന് സ്പ്രിങ്കിൾ ചെയ്യാം. കണ്ടോ? നന്നായിട്ട് മസാലയൊക്കെ പിടിച്ചിട്ടുണ്ട്. ഞാനിനി തീ ഓഫ് ചെയ്യുന്നതാണ്. എന്നിട്ട് ഞാൻ ഇത് സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റിയിട്ട് കാണിച്ചു തരാം. നമ്മളെ ഫ്രൈഡ് റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാനൊരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ ഞാൻ വെച്ചിരിക്കുന്നത് വിനെഗറും അതേപോലെ തന്നെ ടൊമാറ്റോ സോസുമാണ്. നമുക്ക് ചില്ലി ചിക്കൻ്റെ കൂടെ ഒക്കെ ഇത് കഴിക്കാം. ചില്ലി ചിക്കൻ്റെ ലിങ്ക് ഞാനിവിടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടുന്നുണ്ട്. അപ്പോൾ എല്ലാവരും അത് ട്രൈ ചെയ്യാം.
എന്നിട്ട് അതേപോലെ കമൻസും സജഷൻസും ഒക്കെ എനിക്ക് അയച്ചു തരിക. അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ, താങ്ക് യു.